ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് SSLC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, മുൻവർഷ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളാണ്. 2019 നമ്മുടെ ചാപ്റ്റർ 2 സർക്കിൾസ് അഥവാ വൃത്തങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ ഫസ്റ്റത്തെ ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ചോദ്യങ്ങൾ 2019 മുതൽ 2024 വരെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ ചാപ്റ്റർ സർക്കിൾസിൽ അഥവാ വൃത്തങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നോക്കാം. ഓക്കെ, നമ്മളുടെ ഒന്നാമത്തെ ചോദ്യം 2019 ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം, ഇൻ ദ ഫിഗർ O ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ, ആംഗിൾ AOC 80 ഡിഗ്രി. ചിത്രത്തിൽ O വൃത്ത കേന്ദ്രമാണ്, ആംഗിൾ AOC 80 ഡിഗ്രി. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ ABC? ABC എത്ര ഡിഗ്രിയാണ്? വാട്ട് ഈസ് ദ മെഷർ ഓഫ് ADC? ADC എത്ര ഡിഗ്രിയാണ്? നമ്മൾ സർക്കിൾസിൽ പഠിച്ചാണ് AC എന്ന് പറയുന്ന രണ്ട് പോയിന്റിൽ നിന്നും സെൻറ്ററിലേക്ക് 80 ആണെന്നുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് സർക്കിളിൽ എത്രയായിരിക്കും? അതിൻ്റെ പകുതിയായിരിക്കും. ഇത് 180 എന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ഉള്ളതും കിട്ടും, അഥവാ 140. ഓക്കെ, ഇതിന് പല കൺസെപ്റ്റുകളും നമുക്ക് നോക്കാം കേട്ടോ. ABCD സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്, ഓപ്പോസിറ്റ് ആംഗിൾ കൂട്ടിയാൽ 180 കിട്ടണമെന്ന്. അല്ലെങ്കിൽ നമ്മൾ സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ തന്നെ നമ്മൾ പഠിക്കുന്നതാണ്. ഇവിടെ 80 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി ഇവിടെ വരും, അത് 180 എന്ന് മൈനസ് ചെയ്താൽ അതിൻ്റെ ഓപ്പോസിറ്റും കിട്ടും. കണ്ടോ, ABC 40, ADC 140. രണ്ടാമത്തെ ചോദ്യം, AB ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ, D ഈസ് എ പോയിന്റ് ഓൺ ദ സർക്കിൾ, angle ACB plus angle ADB plus angle AEB 270 degree. Measure of one among ACB, ADB, AEB is 110. Write the measure of ADB, ACB, AEB. ചിത്രത്തിൽ AB വൃത്തത്തിൻ്റെ വ്യാസവും D വൃത്തത്തിൽ ഒരു ബിന്ദുവുമാണ്. ആംഗിൾ ACB പ്ലസ് ആംഗിൾ ADB പ്ലസ് ആംഗിൾ AEB 270 ആണ്. ഇവയിൽ ഒരു കോണിൻ്റെ അളവ് 110 ആണ്. ഈ കോണുകൾ കാണണം. ഓക്കെ, കോണുകളുടെ ആൻസറുകൾ കാണിച്ചു തരുന്നതിന് മുമ്പ് ഞാൻ ആൻസർ ഒന്ന് പറഞ്ഞുതരാം. AB ഡയമീറ്റർ ആണ്, വ്യാസാണെന്ന് പറഞ്ഞു. അതിൻ്റെ രണ്ടറ്റത്തു നിന്നും സർക്കിളിലേക്ക് പോകുന്ന ആംഗിൾ അത് 90 ഡിഗ്രിയാണ്. ഇനി സർക്കിളിനുള്ളിലാണെന്നുണ്ടെങ്കിൽ അത് 90-ൽ കൂടുതലായിരിക്കും, സർക്കിളിന് പുറത്താണെന്നുണ്ടെങ്കിൽ അത് 90-ൽ കുറവായിരിക്കും. 110 ഡിഗ്രി അതിൽ ഒരെണ്ണം, അത് 90-ൽ കൂടുതലായതുകൊണ്ട് അത് സർക്കിളിൻ്റെ ഉള്ളിൽ വരും. ഇവിടെ 110. ഓക്കെ, ഇത് 110, ഇവിടെ 90, അപ്പോൾ 200 ആയി. ഇത് മൂന്നും കൂട്ടിയാൽ എത്ര കിട്ടുക? 270. അപ്പോൾ ഇവിടെ എത്രയാ? 70 അല്ലേ? നോക്കിക്കൊഞ്ഞി. ACB ഇൻസൈഡ് ദ സർക്കിൾ, വൃത്തത്തിനുള്ളിലാണ്, അപ്പോൾ അത് 110 വരും. വൃത്തത്തിനുള്ളിലാവുമ്പോൾ 90-ൽ കൂടുതൽ 110 വരും. ADB 90, വൃത്തത്തിലെ കോണാണ്, ഓൺ ദ സർക്കിൾ. ഇത് മൂന്നും കൂട്ടിയാൽ 270. അപ്പോൾ 110, 90, AEB 270. 110ഉം 90ഉം 200, 270 200 പോയാൽ 70. കണ്ടോ? അപ്പോൾ AEB 70, ACB 110, ADB 90. ഓക്കെ, in the triangle ABC, angle A equal to 30 degree, angle B equal to 80 degree. Circumradius of the triangle 4 cm. Draw the triangle. Measure and write the length of the smallest side. ABC എന്ന ത്രികോണത്തിൽ ആംഗിൾ A 30 ഡിഗ്രി, ആംഗിൾ B 80 ഡിഗ്രി. ത്രികോണത്തിൻ്റെ ചുറ്റളവ് 4 സെൻറ്റിമീറ്റർ. ത്രികോണത്തിൻ്റെ ചുറ്റളവല്ല കേട്ടോ, പരിവൃത്ത ആരം കേട്ടോ. പരിവൃത്ത ആരം 4 സെൻറ്റിമീറ്റർ. ത്രികോണം വരക്കുക. ഏറ്റവും ചെറിയ വശത്തിൻ്റെ നീളം അളന്നെഴുതുക. ഓക്കെ, അപ്പോൾ ഇവിടെ ആംഗിൾ A 30 എന്നുണ്ട്. സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. നമുക്ക് ഇനി ടാൻജൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇതേപോലെ വരക്കാനുണ്ട്. സർക്കിൾസ് ആണ് വരക്കാൻ പറയുന്നതെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ആംഗിളിൻ്റെ ഇരട്ടി എടുക്കണം. അപ്പോൾ A 30 ആണെന്നുണ്ടെങ്കിൽ 60, 80 ആണെന്നുണ്ടെങ്കിൽ 160, ആരം 4 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ അളവുകൾ വെച്ചിട്ട് ഞാനിവിടെ ചിത്രം വരക്കുന്നുണ്ട്, ശരിക്കും ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യം നമുക്ക് റേഡിയസ് 4 സെൻറ്റിമീറ്റർ കോമ്പസിൽ എടുക്കാം. ഓക്കെ, ഇനി കുറച്ച് സെൻറ്ററിലോട്ട് കൊണ്ടുവന്നു നമുക്ക് അവിടെ സർക്കിൾ വരക്കാം. നമ്മൾ റേഡിയസ് 4 സെൻറ്റിമീറ്ററിൽ നമ്മൾ സർക്കിൾ വരച്ചു. ഇനി നമുക്കൊരു റേഡിയസ് വരക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങൾക്കൊരു റേഡിയസ് വരക്കാം. അതിനുശേഷമേ നമുക്ക് ഈ ആംഗിളുകൾ അളക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി 60ഉം 160ഉം ഈ രണ്ട് കോണുകളാണ് നമ്മൾ വരക്കാൻ പോകുന്നത് കേട്ടോ.
ഇങ്ങോട്ടാണ് ലൈന് വരുന്നത്, ഇങ്ങോട്ടാണ് ലൈന് പോകുന്നത്. അപ്പോൾ ഇവിടെ 0 നിന്ന് തുടങ്ങിയിട്ട് 60. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ വരച്ച ലൈനിൽ സർക്കിൾ വരച്ചു, അങ്ങോട്ടാണ് ലൈന് പോകുന്നത്. അപ്പോൾ അവിടുന്ന് തുടങ്ങിയിട്ട് 160 ഇതാ ഇവിടെ വരും. ഓക്കെ, അപ്പോൾ 60 ആയി 160. ഇപ്പോൾ ഈ വൃത്തത്തിൻ്റെ 3 പോയിന്റിൽ ടച്ച് ചെയ്തില്ലേ, ഈ 3 പോയിന്റുകളൊന്നും എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യണം. അതാണ് നമ്മളുടെ ത്രികോണം. ഇപ്പോൾ നമ്മൾ വരച്ച ആംഗിളുകൾ നമ്മളൊന്ന് അടയാളപ്പെടുത്താൻ കേട്ടോ. ഒന്ന് 60, ഒന്ന് 160. ഈ 3 പോയിന്റുകൾ നമ്മൾ എന്ത് ചെയ്യാണ്, ജോയിൻ ചെയ്യണം. സർക്കിളിൽ ടച്ച് ചെയ്ത 3 പോയിന്റുകൾ, ഇതാണ് നമ്മളുടെ സർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ 60ൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് ഇതാ മുഴുവൻ വരക്കാട്ടോ. നമുക്ക് ഇവിടെ 60ൻ്റെ ഓപ്പോസിറ്റ് ഇവിടെയാണ് 30 വരിക, സെൻറ്ററിലുള്ളതിൻ്റെ പകുതി. 160ൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ 80 വരും. ഇനി ചെറിയ വശത്തിൻ്റെ നീളം അളന്ന് എഴുതാൻ പറഞ്ഞിട്ടില്ലേ, അത് നമുക്കൊന്ന് അളന്ന് എഴുതാം കേട്ടോ. സ്കെയിൽ വെച്ചുകൊണ്ട് ഈ 30 ഏറ്റവും ചെറിയ കോൺ ഏതാണോ അതിൻ്റെ ഓപ്പോസിറ്റാണ് ചെറിയ കോൺ വരിക. അപ്പോൾ ഈ 30ൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മുടെ ചെറിയ കോൺ വരുന്നത്, ഇവിടെ ചെറിയ വശം വരുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ 80, 30, 110 ബാക്കി ഇനി അവിടെ 70 ആണ്. അപ്പോൾ ഏറ്റവും ചെറിയ കോൺ ഏതാണോ ആ കോണിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡായിരിക്കും ചെറിയ സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സൈഡിൻ്റെ ലെങ്ത്ത് നമ്മൾ കോമ്പസിലൊന്ന് മെഷർ ചെയ്യാം കേട്ടോ. വരക്കൊന്നും വേണ്ട, ജസ്റ്റ് ആ ലെങ്ത്ത്. എന്നിട്ട് നമ്മൾ സ്കെയിലൊന്ന് വെച്ച് നോക്കിയാൽ, അല്ലാന്നുണ്ടെങ്കിൽ സ്കെയിൽ ഡയറക്റ്റ് ആ സൈഡിൽ നമ്മളൊന്ന് വെച്ച് നോക്കിയാലും മതി. ഓക്കെ, കറക്റ്റ് സ്കെയിൽ എന്ത് ചെയ്യുക, ആ സൈഡിലൊന്ന് വെച്ച് നോക്കുക. ഞാൻ 0ൻ്റെ അവിടെ കൊടുന്നിട്ടൊന്ന് വെച്ച് നോക്കുകയാണ്. കോമ്പസിൽ എടുത്തിട്ട് വെക്കാം, അല്ലാതെ നിങ്ങൾക്ക് വെക്കാം കേട്ടോ. അല്ലാതെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ 4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. സ്കെയിലിൽ വെച്ചാണ്ട് നിങ്ങൾക്ക് അളക്കാം കേട്ടോ. കാണാം, 4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ സ്മോളസ്റ്റ് സൈഡ്, ചെറിയ സൈഡ് എത്രയായിട്ട് കിട്ടും, നമുക്ക് 4 സെൻറ്റിമീറ്റർ ആയിട്ട് കിട്ടും. ഓക്കെ, ലെങ്ത് ഓഫ് സ്മോളസ്റ്റ് സൈഡ് 4 സെൻറ്റിമീറ്റർ, ചെറിയ വശത്തിൻ്റെ നീളം 4 സെൻറ്റിമീറ്റർ. ഓക്കെ, ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് ഏരിയ 12 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഡ്രോ എ സ്ക്വയർ ഹാവിംഗ് ദ സെയിം ഏരിയ. 12 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവുള്ള ചതുരം വരക്കുക. ഇതേ പരപ്പളവുള്ള സമചതുരം വരക്കുക. അപ്പോൾ ആദ്യം 12 സെൻറ്റിമീറ്ററുള്ള റെക്ടാംഗിൾ വരക്കണം. അതിന് നമുക്ക് റെക്ടാംഗിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും വേണം. അതിന് ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്താണ്. നീളം ഗുണം വീതിയാണ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ സംഖ്യകൾ ഗുണിക്കുമ്പോഴാണ് 12 കിട്ടണമെന്ന് നോക്കിയാൽ മതി. 1 × 12 12 ആണ്. 2 × 6 12 ആണ്. 3 × 4 12 ആണ്. ഇതിൽ ഞാൻ എടുക്കുന്നത് 3 × 4 ആണ്. എന്തുകൊണ്ടാണ് 3 × 4 എടുത്തതെന്ന് അറിയോ? ഇത് എടുത്തു കഴിഞ്ഞാൽ ലെങ്ത്ത് 12ഉം ബ്രെഡ്ത്ത് 1ഉം, ഏകദേശം നല്ല വലിയൊരു റെക്ടാംഗിൾ, ഇങ്ങനത്തെ റെക്ടാംഗിളൊക്കെ വരും. 6ഉം 2ഉം അറിയുമ്പോൾ തന്നെ കുറച്ച് വലുതൊക്കെയാണ് വരിക. ഏറ്റവും ചെറിയ സൈഡുകൾ വരുന്നത് 1 4ഉം 1 3 ആണ്. അപ്പോൾ ആ 2 ലെങ്ത്തുകൾ ഞാൻ എടുത്തു. ലെങ്ത്ത് നീളം 4 സെൻറ്റിമീറ്ററും വീതി 3 സെൻറ്റിമീറ്റർ എടുത്തു. അതിൻ്റെ ഏരിയ 12 ആയിരിക്കും. ഇനി ഈ മെഷർമെൻറ്റുകളിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഒരു റെക്ടാംഗിൾ വരയ്ക്കുകയാണ്. ആദ്യം നമ്മൾ റെക്ടാംഗിൾ വരക്കണം. റെക്ടാംഗിൾ വരച്ച് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ ആരെ വരക്കുന്നത്, നമ്മളുടെ സ്ക്വയറിനെ വരക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ലെങ്ത്ത് 4 സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് 3 സെൻറ്റിമീറ്ററും ആയിട്ട് നമുക്ക് റെക്ടാംഗിൾ വരക്കാം. നമ്മളുടെ റെക്ടാംഗിൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളുടെ വീതി നമുക്ക് ഇങ്ങോട്ടൊന്ന് നീട്ടി വരക്കണം. അതിന് നമ്മൾ കോമ്പസ് എടുത്തിട്ട് ആ സൈഡ് കോമ്പസിൽ എടുക്കുക. എന്നിട്ട് നമ്മളുടെ ഈ ലെങ്ത്തിൻ്റെ നേരെ ഇങ്ങോട്ട് നമ്മളൊന്ന് നീട്ടി വരക്കുക. ഒരു ആർക്ക് വരച്ചാൽ മതി കേട്ടോ. ഇതാക്കണ്ടോ, ഇതേപോലെ ഒരു ആർക്ക് വരക്കുക നമ്മൾ. എന്നിട്ട് നമ്മൾ ആ ലെങ്ത്തിനെ നേരെ നീട്ടി വരക്കുക. അതായത് നമ്മൾ 4 സെൻറ്റിമീറ്റർ വരച്ച നമ്മളുടെ നീളം ഉണ്ടല്ലോ, അതിനെ നമ്മൾ നേരെ നീട്ടി ഈ ആർക്കിലേക്ക് മുട്ടിക്കുക.
അതിനുശേഷം നമ്മളിപ്പോൾ വരച്ച ഈ ടോട്ടൽ ലെങ്ത്തിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ അഥവാ ടോട്ടൽ 7 സെൻറ്റിമീറ്റർ ഇപ്പോൾ നമുക്ക് കിട്ടിയല്ലോ, അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ലംബ സമഭാജി വരക്കണം. പകുതിയിൽ കൂടുതൽ എടുത്തിട്ടാണ് നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എടുക്കുക. അപ്പോൾ ഇങ്ങേ അറ്റത്ത് കൊണ്ടുവച്ച് വന്നിട്ട് ഞാൻ അതിൻ്റെ പകുതിയിൽ കൂടുതൽ എടുത്തു. എന്നിട്ട് താഴെ മേലെ നമ്മൾ ഓരോ ആർക്കുകൾ വരക്കും. അതിനാണ് നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കുന്ന രീതി കേട്ടോ. 2 ആർക്കുകൾ മേലെയും വരച്ചു, ഇനി താഴെയും വരക്കും. അതിനുശേഷം ഇങ്ങേ അറ്റത്ത് കൊണ്ടുവന്ന് വെക്കുക. നമ്മൾ ഇപ്പുറത്ത് അങ്ങേ അറ്റത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടെയും നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ആർക്കുകൾ എന്ത് ചെയ്യാൻ കട്ട് ചെയ്യാൻ കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് കട്ട് ചെയ്തു, മുകളിലും നമ്മൾ കട്ട് ചെയ്തു. ഇനി ആ കട്ട് ചെയ്ത പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുക. അതാണ് നമ്മളുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ, ലംബ സമഭാജി എന്ന് പറയും മലയാളത്തിൽ. ഓക്കെ, ഇനി ആ ലൈന് നമ്മളുടെ ഇതിനെ കട്ട് ചെയ്യുന്ന ഇവിടെ നമ്മൾ കോമ്പസ് വെച്ചിട്ട് നമ്മളൊരു സെമി സർക്കിൾ അഥവാ അർദ്ധവൃത്തം വരക്കുക. സർക്കിൾ മുഴുവൻ വേണ്ട, സെമി സർക്കിൾ മതി. നമ്മളൊരു സെമി സർക്കിൾ ഡ്രോ ചെയ്യുകയാണ്. സെമി സർക്കിൾ വരച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ റെക്റ്റാങ്കിളിൻ്റെ 3 സെൻറ്റിമീറ്റർ നമ്മൾ വരച്ചല്ലോ, അതിനെ നമ്മൾ നേരെ സർക്കിളിലേക്ക് കൂട്ടിമുട്ടിക്കണം. നമുക്ക് സ്കെയിൽ വെച്ച് നീട്ടി വരക്കാം കേട്ടോ. നമ്മൾ നേരെ നീട്ടിയിട്ട് അതിനെന്ത് ചെയ്യുക, നേരെ നമ്മളുടെ എന്താ പറയുക, ആ സർക്കിളിലേക്ക് കൂട്ടിമുട്ടിക്കുക. അതാണ് നമ്മളുടെ സ്ക്വയറിൻ്റെ ഒരു സൈഡ്. ആ 2 ലെങ്ത്തുകൾ സെയിം ആയിരിക്കും. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന തിയറി നമ്മുടെ PA × PB = PC സ്ക്വയർ എന്നില്ലേ, ആ തിയറിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യണം കേട്ടോ. ഇതാ ഇവിടെ നമ്മൾ P എന്ന് കൊടുത്തു, ഇവിടെ A എന്ന് കൊടുത്തു, ഇവിടെ B എന്ന് കൊടുത്തു, ഇവിടെ C എന്നും കൊടുത്തു. അപ്പോൾ PA × PB ഇത് റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്താണ്, ഇത് റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്താണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്താൽ ഇതാ ഈ ലെങ്ത്തിൻ്റെ സ്ക്വയർ കിട്ടും. ഈ ലെങ്ത്ത് എന്ന് പറയുന്നത് സമചതുരത്തിൻ്റെ ഒരു സൈഡാണ്. സമചതുരത്തിൻ്റെ ഒരു സൈഡിൻ്റെ സ്ക്വയർ അല്ലേ നമ്മളുടെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ PA × PB ആണ് എന്ത്, സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ സ്ക്വയർ വരക്കുകയാണ് കേട്ടോ. ആ ലെങ്ത്ത് കോമ്പസിൽ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ആർക്കുകൾ വരക്കുകയാണ്. ഞാനൊരു ആർക്ക് വരച്ചു, ഇനി ആ ലെങ്ത്തിനെ നമ്മൾ നീട്ടി വരക്കുക. സ്കെയിൽ വെച്ചുകൊണ്ട് വീണ്ടും ഈ ആർക്കിലേക്ക്, കാരണം അതാണ് നമ്മളുടെ റെക്റ്റാങ്കിളിൻ്റെ പുതിയ എന്താ പറയുക, നമ്മളുടെ സ്ക്വയറിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് അതിനെ നീട്ടിങ്ങാണ്ട് എന്ത് ചെയ്യുക, ഈ ആർക്കിലേക്ക് കൂട്ടിമുട്ടിക്കാൻ പോവാണ് കേട്ടോ. നോക്കിക്കോ, സ്കെയിൽ വെച്ചുകൊണ്ട് നമ്മൾ നേരെ നീട്ടി വരക്കാൻ പോവാണ്. എന്നിട്ട് നമ്മൾ സ്കെയിൽ വെച്ചു, ഇനി നമുക്ക് നേരെ നീട്ടി ആർക്കിലേക്ക് ടച്ച് ചെയ്തു. അതിനുശേഷം നമ്മൾ മുകളിലേക്ക് നമ്മൾ ഇനി 2 സൈഡ് കൂടി വരക്കാണ്ടല്ലോ. അപ്പോൾ ആ 2 സൈഡുകൾ നമ്മൾ എന്ത് ചെയ്യുക, അതേ മെഷർമെൻറ്റ് ഉണ്ടോ, കോമ്പസിൻ്റെ ലെങ്ത് നമ്മൾ മാറ്റിയിട്ടില്ല, 2 ആർക്കുകൾ വരച്ചുകൊണ്ട് കട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഇത് കിട്ടും, എന്ത് 2 സൈഡുകൾ എവിടേക്കാണ് പോകേണ്ടത് എന്നുള്ളത് കിട്ടും. ഇപ്പോൾ ഈ കൂട്ടിമുട്ടിയ പോയിന്റിൽ നിന്ന് 2 സൈഡിലേക്കും നമ്മൾ ഓരോ ലൈനുകൾ വരക്കുകയാണ്. അപ്പോൾ നമ്മളുടെ സ്ക്വയർ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളുടെ സ്ക്വയർ നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് ഒരു റെക്റ്റാങ്കിളിൽ നിന്നും സ്ക്വയർ വരക്കുന്നത് കേട്ടോ. ഒരു റെക്റ്റാങ്കിളിൽ നിന്നും സ്ക്വയർ വരക്കുന്ന മെത്തേഡാണത് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മളുടെ സ്ക്വയർ. ഇത്രയും ചോദ്യങ്ങളാണ് 2019 ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ചെയ്തു 6 വർഷത്തത്. അതിൻ്റെ പ്ലേലിസ്റ്റ് SSLC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് നമ്മളുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് നോക്കുക. നിങ്ങൾക്ക് എല്ലാ വർഷവും 2019 മുതലുള്ള SSLC പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആൻസറുകൾ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ സർക്കിൾസ് തുടങ്ങി, ഇനി നമുക്ക് മാക്സിമം എല്ലാ ചാപ്റ്ററുകളും നമുക്ക് എന്ത് ചെയ്യണം, എക്സാം ആവുന്നതിന് മുമ്പ് കവർ ചെയ്യണം. ഓക്കെ, അപ്പോൾ see you soon. Thank you for watching this video.